ഞാനിന്ന് ഉണ്ടാക്കുന്ന റെസിപ്പി വേറെ ഒന്നുമില്ല കേട്ടോ. നമ്മൾ സർബത്ത് ഉണ്ടാക്കുകയാണ്. ഇന്നത്തെ വിശേഷം എന്ന് വെച്ചാൽ നമ്മളെ ക്ഷേത്രത്തിലെ ഉത്സവത്തെ ലാസ്റ്റ് ദിവസം പൊങ്കാല ദിവസമാണ്. എല്ലാ ചേട്ടന്മാരും ഭയങ്കര ഉഷാറായിട്ട് ഇരിക്കട്ടെ. കാര്യം നല്ല ചൂടുണ്ട്, പെട്ടെന്ന് അവർക്ക് ഉണ്ടാക്കി കൊടുക്കണം. അപ്പോൾ പോറ്റി വന്നിട്ട് ഇവിടെ പൊങ്കാലയ്ക്ക് അരിയൊക്കെ ഇട്ടിട്ടുണ്ട്, പൊങ്കാല സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അത് സത്യം പറഞ്ഞാൽ ഒരു വികാരമാണ് കേട്ടോ. പൊങ്കാലയ്ക്ക് എല്ലാ ചേട്ടന്മാരും അനിയന്മാരും എല്ലാവരും ഒരുമിച്ചിരുന്ന് ഈ സർബത്തൊക്കെ ഉണ്ടാക്കുന്ന പൊങ്കാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സർബത്ത് പെട്ടെന്ന് ഉണ്ടാക്കാൻ നല്ല ചൂടുള്ളതുകൊണ്ട് പെട്ടെന്ന് കൊടുക്കണം. അപ്പോൾ നമ്മൾ നന്നായിട്ട് സ്പീഡ് അപ്പായിട്ട് ചെയ്യുകയാണ്. അപ്പോൾ സത്യം പറഞ്ഞാൽ നല്ലൊരു വൈബാണ് കേട്ടോ. നമ്മൾ ചേട്ടന്മാരെല്ലാവരും രാവിലെ എഴുന്നേറ്റ് ഇതൊക്കെ ചെയ്ത് സത്യം പറഞ്ഞാൽ ഒരുപാട് ഫ്രൂട്ട്സ് ഒക്കെ ചേർത്തിട്ടുണ്ട്. വീഡിയോയിൽ എന്ത് കൂടുന്നുണ്ട് ഞാൻ ചേർക്കാത്തത്. നല്ല തിരക്കുള്ളതുകൊണ്ട് ഐസ് ഇടുന്ന വീഡിയോ എടുക്കാൻ മറന്നുകൊണ്ട് അല്ലെങ്കിൽ ഇടാത്തായിരുന്നല്ല, ഐസ് ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. സത്യം പറയാം, നമ്മൾ ചേട്ടന്മാരും എല്ലാവരും ഭയങ്കര സന്തോഷത്തിലാണ്. നമ്മൾ പൊങ്കാല ദിവസം നമുക്ക് തണ്ണിമത്തന്റെ ഈ സംഭവം ഉണ്ടാക്കി കൊടുക്കുമ്പോൾ സർവത്തിന്റെ വീഡിയോ ഞാൻ ഇട്ടപ്പോഴേക്കും 3 മില്യത്തിൽ അടിച്ചതാണ്. അപ്പൊ അതിന്റെ റെസിപ്പി ആണെങ്കിൽ എന്റെ ചാനൽ നോക്കിയാൽ മതി. സത്യം പറഞ്ഞാൽ ഈ ചൂട് സമയത്ത് ഇത് കൊടുത്തപ്പോൾ അവർക്കുള്ള സന്തോഷം ഉണ്ടല്ലോ, അതാണ് നമ്മുടെ സന്തോഷം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ആൻഡ് ഷെയർ ചെയ്യട്ടെ. എൻ്റെ ഒരു കുഞ്ഞാഗ്രഹമാണ് ഈ വീഡിയോ ഒന്ന് എല്ലാവർക്കും കാണിക്കണമെന്ന്. ബൈ ഫ്രം ഫുഡി ശങ്കർ.